നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. നിരാശാജനകമാണ് വിധിയെന്ന് റിയാസ് മൗലവിയുടെ കുടുംബം. വിധിക്കെതിരെ അപ്പീൽ പോകും. റിയാസ് മൗലവി വധക്കേസ് ഫലപ്രദമായാണ് കൈകാര്യം ചെയ്തതെന്നും വിധി പരിശോധിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. ഉപ്പളയിൽ ATM-ൽ പണം നിറയ്ക്കുവാനെത്തിയ വാഹനത്തിൽ നിന്നും ₹1 കോടി പട്ടാപ്പകൽ കൊള്ളയടിച്ച സംഭവം. ഇതിനു പിന്നിൽ 3 അംഗ സംഘ കൊട്ടേഷൻ സംഘമെന്ന് നിഗമനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട മെയിൻ്റനൻസ് ഗ്രാന്റ്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവ നൽകാത്തതിനെതിരെ UDF രംഗത്ത്. തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗം. വിജയത്തിനായി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനം. പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡ് കൂട്ടായ്മ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കേളുകുട്ടെ സ്വദേശികളായ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. വിധി നിരാശാജനകമെന്ന് റിയാസ് മൗലവിയുടെ കുടുംബം പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ. വിധിയിൽ വേദനയുണ്ടെന്നും ഗൂഢാലോചന പുറത്തുവരണമെന്നും ആക്ഷൻ കമ്മിറ്റി. റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് കേളുകുട്ടെ സ്വദേശികളായ അജേഷ്, നിതിൻ, കേളുകുട്ടെ ഗംഗേ നഗറിലെ അഖിലേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് KK ബാലകൃഷ്ണനാണ് കേസിൽ വിധി പറഞ്ഞത്. വിധി പറയുന്നത് 3 തവണ മാറ്റിവെച്ച ശേഷമാണ് 7 വർഷങ്ങൾക്കിപ്പുറം ശനിയാഴ്ച കോടതിയുടെ വിധിയുണ്ടായത്. കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും എന്നാൽ നീതി ലഭിച്ചില്ലെന്നും വിധി കേട്ടതിന് പിന്നാലെ റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പ്രതികരിച്ചു. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി എനിക്ക് കോടതിയുടെ മേലെ. പറയാൻ കിട്ടുന്നില്ല എന്തോ. കോടതിയുടെ കണ്ടെത്തൽ ദൗർഭാഗ്യകരമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ T. ഷാജിത്ത് പ്രതികരിച്ചു. DNA തെളിവിന് പോലും വില കൽപ്പിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരാശരാക്കുന്ന വിധിയാണിതെന്നും അപ്പീൽ പോകുമെന്നും അഡ്വക്കേറ്റ് ഷാജിത്ത് പറഞ്ഞു. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര തിരിച്ചടി. അതുമാത്രമല്ല, നല്ല എവിഡൻസുള്ള തെളിവുകളുള്ള കേസാണ്. DNA തെളിവുകളുണ്ട്. 1-ാം പ്രതിക്കെതിരായിട്ട് കറക്റ്റായിട്ട് DNA തെളിവുകളുണ്ട്. റിയാസ് മൗലവിയെ കുത്തി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് 1-ാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ്. 1-ാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടെ, അതാണ്. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ടവർ ലൊക്കേഷൻ ഉണ്ട്, സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. എല്ലാ തെളിവുകളുമുള്ള 1 മുതൽ 3 വരെ പ്രതികൾക്ക് ഏകദേശം 100ഓളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ്. അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര, അതിൻ്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ്. അപ്പീൽ തീർച്ചയായിട്ടും അപ്പീൽ പോവും, സംശയമൊന്നുമില്ല. DNA തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്നാണല്ലോ. അതായത് സുപ്രീം കോടതിൻ്റെ വിധികളൊക്കെ DNA തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്ന്. അപ്പോൾ ആ DNA തെളിവുകൾ പ്രതിഭാഗത്തിന് റിബട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. റിബട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ DNA തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല. വിധി വേദനാജനകമെന്ന് റിയാസ് മൗലവി കേസിനായി മുന്നിട്ട് പ്രവർത്തിച്ച ആക്ഷൻ കമ്മിറ്റി പ്രതികരിച്ചു. വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. പോലീസ് അന്വേഷണം തൃപ്തികരമെന്നും അപ്പീൽ പോകുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി ഹാരിസ് പറഞ്ഞു. വിധിയെ ഞങ്ങൾ വളരെ വേദനാജനകമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വിധിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെയേറെ പ്രതീക്ഷിക്കേണ്ട ഒരു കേസായിരുന്നു. പ്രോസിക്യൂഷൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. 7 വർഷം പ്രതികൾ ജയിലിലുമായിരുന്നു. ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ തീർച്ചയായും അപ്പീലിന് പ്രോസിക്യൂഷനായി സംസാരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും. പ്രോസിക്യൂഷനായിട്ട് സംസാരിക്കാനുണ്ട്.
അതേസമയം ഈ 3 പേരും കുറ്റവാളികളല്ലെന്നും ഇവരെ കേസിൽ മനഃപൂർവ്വം ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നും ജീവിതത്തിലെ പ്രധാനപ്പെട്ട 7 വർഷമാണ് ഇവർക്ക് നഷ്ടമായതെന്നും പ്രതിഭാഗം അഡ്വക്കേറ്റ് ടി സുനിൽ കുമാർ പ്രതികരിച്ചു. കോടതിയുടേത് നീതിയുക്തമായ വിധിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം നടന്നു 4 ദിവസമായപ്പോഴും കേരള നിയമസഭയിലടക്കം സബ്മിഷൻ വന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മേലെയും അതുപോലെ ഗവൺമെൻറ് മേലെയും പല പ്രശ്നവും വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തണമെന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധികളോട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. പരോള് പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇൻട്രീം ബെയിൽ പോലും കിട്ടാതെ 7 വർഷമായിട്ട് ജയിലിൽ കിടന്ന 3 ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത്. വിധി പകർപ്പ് വായിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ എ ശ്രീനിവാസ് IPS പറഞ്ഞു. വിധി പ്രസ്താവനയോടനുബന്ധിച്ച് കാസർഗോഡ് കോടതിയിലും പരിസര പ്രദേശങ്ങളിലും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു സുരക്ഷ ഒരുക്കിയിരുന്നത്. 2017 മാർച്ച് 20 രാത്രിയിലാണ് റിയാസ് മൗലവിയെ പള്ളിയുടെ താമസ സ്ഥലത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 3 ദിവസത്തിനകം അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നു. ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ അറസ്റ്റിലായത് മുതൽ 7 വർഷക്കാലമായി ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. കേസ് ഇതുവരെ 7 ജഡ്ജിമാരാണ് പരിഗണിച്ചത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ കോസ്റ്റൽ CI K സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. DNA പരിശോധനാ ഫലമടക്കം 50ലേറെ രേഖകളാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. 97 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 215 രേഖകളും 45 തൊണ്ടിമുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റിയാസ് മൗലവി വധക്കേസ് ഉദ്യോഗസ്ഥർ ഫലപ്രദമായാണ് കൈകാര്യം ചെയ്തതെന്നും വിധി പരിശോധിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിൻ്റേത് അവസരവാദിത്വ നിലപാടാണ്. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ഇനി ക്ഷണിക്കുകയില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുകയാണ്. ചതുർവർണ്ണ വ്യവസ്ഥ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരുന്നു. അടിമുടി ആയുധവൽക്കരിക്കുന്ന ഫാസിസ്റ്റ് വ്യവസ്ഥയ്ക്കെതിരെ മതേതര ശക്തികൾ ഒന്നിക്കണം. BJPക്ക് 33% വോട്ട് മാത്രമാണുള്ളത്. ബാക്കി വരുന്ന വിഭാഗത്തെ ഒന്നിച്ചു നിർത്തണമെന്നും ഇലക്ട്രൽ ബോണ്ട് എന്നത് ഇലക്ഷൻ ഫണ്ടാണ്. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞത് CPM ആണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോവുക, നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് രാജ്യത്തെ നയിക്കുക എന്ന സമീപനമാണ് ഹിന്ദു വർഗീയവാദികൾ ഹിന്ദുത്വ അജണ്ടയിലൂടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ജനാധിപത്യം നിലനിൽക്കണം, മതനിരപേക്ഷത നിലനിൽക്കണം, ഫെഡറലിസം തുടരണം, ഈ ഭരണഘടനയെങ്കിലും തുടരണം, പരിമിതിയായ ഇന്ത്യ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തി BJP സംഘപരിവാർ അജണ്ടയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന്റെ അവസരവാദിത്വ നിലപാടാണെന്നും മതരാജ്യത്തിലേക്കുള്ള പോക്കാണിത്. ഇതിനെതിരെ CPM പോരാടുമെന്നും കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് MPമാർ ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവസരവാദപരമായ സമീപനമാണ്. കേരളത്തിൻ്റെ അപ്പുറം കടന്നാൽ പൗരത്വ ഭേദഗതിയില്ല, അതിനെതിരായിട്ടുള്ള നിലപാടില്ല. അവിടെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചപ്പോൾ നാളെ പറയാമെന്ന് പറഞ്ഞു. ഇത്രവരെ നാളെയായിട്ടില്ല. അതേപോലെ രാഹുൽ ഗാന്ധി ജാഥയൊക്കെ നടത്തിയിട്ട് വന്നിട്ടുണ്ട്, എന്നിട്ടും ഈ കാര്യം പരാമർശിച്ചിട്ടേ ഇല്ല. പൗരത്വ ഭേദഗതി നിയമമെന്ന ഒരു മതരാഷ്ട്രമാക്കാനുള്ള BJPയുടെ ഏറ്റവും ശരിയായ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടിനെ അതിനിശിതമായിട്ട് വിമർശിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ.
റിയാസ് മൗലവി കേസ് ഫലപ്രദമായി കൈകാര്യം ചെയ്തു. എന്നാൽ വിധി പരിശോധിക്കണമെന്നും സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്നും MP ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഇതിപ്പോൾ ജുഡീഷ്യറിയുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. വളരെ ഫലപ്രദമായിട്ട് ആ കേസ് കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് അവസാനം വരെയുള്ള വിവരം. ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ പോലും എന്തെങ്കിലും ഒരു പഴുതുണ്ട് എന്ന് ആരും കണ്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, കൃത്യമായ രീതിയിലുള്ള എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട്, സാക്ഷികൾ ആരും കാലുമാറിയിട്ടില്ല, ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കേസ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മനസ്സിലാകുന്നത്. എന്നിട്ട് വിധി വന്നിരിക്കുന്നു. ആ വിധി നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന വിധിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ, ഇവിടെ തുടങ്ങലേ ഉള്ളൂ. അപ്പീൽ പോയി ഇതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം തന്നെയാണ്. കുറ്റവാളികൾക്ക് ശരിയായ രീതിയിൽ ശിക്ഷ നൽകണം. ആ വിധിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇനിയും പരിശോധിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. അതനുസരിച്ച് ആവശ്യമായ പരിശോധന നടത്തുകയും ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആവശ്യമായ എല്ലാ നിലപാടും ഗവൺമെൻറ് എടുക്കും. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ഇനി ക്ഷണിക്കുകയില്ലെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾ ക്ഷണിക്കുന്ന പ്രശ്നമില്ല. ലീഗിനെ എന്തിനാണ് നമ്മൾ ക്ഷണിക്കുന്നത്? ഞങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ സംഭവങ്ങളിൽ CAA ഉൾപ്പെടെ അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ഓരോ പ്രശ്നത്തിൻ്റെ ഭാഗമായി പ്രശ്നാധിഷ്ഠിതമായി ആരൊക്കെ വരാൻ തയ്യാറുണ്ടോ അവരെല്ലാമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറുള്ള പാർട്ടിയാണ് CPIM. മുന്നണിയിലൊന്നും വിളിച്ചത് അന്നും വിളിച്ചില്ല, എന്നും വിളിച്ചില്ല, ഇനിയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ കൈക്കൂലിപ്പണവുമായി വിജിലൻസ് സംഘം കയ്യോടെ പിടികൂടി. അടൂർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് K നാരായണയാണ് പിടിയിലായത്. പട്ടയം ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് ആദൂരിലെ രമേശൻ എന്നയാളിൽ നിന്നുമാണ് 20,000 രൂപ കൈക്കൂലി വാങ്ങിയത്. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് മുന്നിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തിയാണ് വിജിലൻസ് DYSP V ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടിയത്. രമേശിന്റെ കുടുംബ വീടും കുടുംബക്ഷേത്രവും അടൂർ വില്ലേജിലെ പാണ്ടിവയൽ എന്ന സ്ഥലത്താണുള്ളത്. ഈ സ്ഥലത്തിന് പട്ടയം ശരിയാക്കി കിട്ടിയിരുന്നില്ല. പട്ടയം ലഭിക്കുന്നതിനു വേണ്ടി 2023 സെപ്റ്റംബർ 16 കാസർഗോഡ് ലാൻഡ് ട്രിബ്യൂണൽ രമേശിന്റെ ഇളയമ്മ ജാനകിയും പരാതിക്കാരനും പോയി അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ പരിശോധിച്ച് SM പ്രപ്പോസൽ നൽകുന്നതിന് അടൂർ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചിരുന്നു. സ്ഥലം പരിശോധിച്ച് പ്രപ്പോസൽ നൽകുന്നതിന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നാരായണൻ ഇവരോട് 20,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ശനിയാഴ്ച താലൂക്ക് ഓഫീസിൽ വെച്ച് മുന്നത്തെ വില്ലേജ് ഓഫീസറെ കണ്ട് ഫയൽ ശരിയാക്കാമെന്നും പണവുമായി താലൂക്ക് ഓഫീസിലേക്ക് വരാൻ രമേശിനോട് നിർദ്ദേശിച്ചു. ഓഫീസിലെത്തിയ രമേശിനെയും കൊണ്ട് നാരായണൻ തന്റെ മാരുതി കാറിൽ കളക്ടറേറ്റിലുള്ള ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ പോയി. തിരിച്ച് ടൗണിലെത്തി കൈക്കൂലി വാങ്ങി ഇറക്കിപ്പോകുമ്പോൾ താലൂക്ക് ഓഫീസിന് മുന്നിൽ വെച്ച് വിജിലൻസ് DYSP V ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം വാഹനം തടഞ്ഞു നിർത്തി പിടികൂടുകയായിരുന്നു. ഇൻസ്പെക്ടർ P നാരായണൻ, പൈവെളികെ കൃഷി ഓഫീസർ അജിത് ലാൽ CS, ചെർക്കള GHSS പ്രിൻസിപ്പൽ വിനോദ് കുമാർ TV, സബ് ഇൻസ്പെക്ടർമാരായ ഈശ്വരൻ നമ്പൂതിരി, രാധാകൃഷ്ണൻ K, സതീശൻ PV, V മധുസൂദനൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ BT സുഭാഷ് ചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജീവൻ V, സന്തോഷ് PV, ജയൻ KB, ബിജു KB, പ്രദീപ് VM, ഷീബ KB, പ്രമോദ് കുമാർ K, കൃഷ്ണൻ T, രതീഷ് AB എന്നിവരും വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉപ്പളയിൽ ATMൽ പണം നിറയ്ക്കുവാനെത്തിയ വാഹനത്തിൽ നിന്നും 1/2 കോടി രൂപ പട്ടാപ്പകൽ കൊള്ളയടിച്ച സംഭവത്തിന് പിന്നിൽ ക്വട്ടേഷൻ സംഘമെന്ന് സൂചന. സംഭവത്തിന് പിന്നിൽ 3 പേരെന്നാണ് പോലീസിന്റെ നിഗമനം. മംഗലാപുരം ഭാഗത്തു നിന്ന് വന്ന സംഘം മോഷണത്തിന് ശേഷം ആ ഭാഗത്തേക്ക് തന്നെയാണ് തിരിച്ചു പോയതെന്നും സംശയിക്കുന്നു. മാർച്ച് 27 ഉച്ചയ്ക്കാണ് ഉപ്പള ടൗണിലെ ATMൽ പണം നിറക്കാനെത്തിയ സ്വകാര്യ ഏജൻസിയുടെ വാഹനത്തിൽ നിന്ന് പണം കൊള്ളയടിച്ചത്. വാഹനത്തിന്റെ ചില്ലു തകർത്ത് അകത്തേക്ക് കൈയിട്ട് പണമടങ്ങിയ ബാഗുമായി ഒരാൾ കടന്നു കളയുകയായിരുന്നു. ഇയാളുടെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പിന്നീട് പണം മറ്റൊരാൾക്ക് കൈമാറുകയും ചെയ്യുന്നതിൻ്റെയും തുടർന്ന് ഒരു കാറിൽ കയറുന്നതിൻ്റെയും ദൃശ്യങ്ങളിൽ ലഭിച്ചിരുന്നു. കാർ കണ്ടെത്തിയെങ്കിലും മോഷ്ടാക്കൾ പോലീസിനെ സമർത്ഥമായി കബളിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഉപ്പള ടൗണിൽ ഏതോ ആവശ്യത്തിനെത്തിയ ഒരാളുടേതാണ് കാറ്. നിർത്തിയിട്ട ഈ കാറിന്റെ ഒരു ഭാഗത്തുകൂടി കയറിയ മോഷ്ടാവ് മറുഭാഗത്തുകൂടി പുറത്തിറങ്ങി പോവുകയായിരുന്നു. ഇറങ്ങിപ്പോയ ഭാഗത്തെ CCTV ക്യാമറയിലെ ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് പ്രൊഫഷണൽ സംഘത്തിന്റെ അതിബുദ്ധി പോലീസിന് വ്യക്തമായത്. സംഭവത്തിന് പിന്നിൽ 3 പേരെന്നാണ് പോലീസിന്റെ നിഗമനം. മംഗലാപുരം ഭാഗത്ത് നിന്ന് വന്ന സംഘം മോഷണത്തിന് ശേഷം ആ ഭാഗത്തേക്ക് തന്നെയാണ് തിരിച്ചുപോയതെന്നും സംശയിക്കപ്പെടുന്നു.
എന്നാൽ കേസിൽ ഇതുവരെയും പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതികൾ അന്നേ ദിവസം തന്നെ മംഗലാപുരത്ത് സമാനമായ മറ്റൊരു മോഷണം കൂടി നടത്തിയിരുന്നതായും സംശയിക്കുന്നുണ്ട്. വാഹനത്തിന്റെ ചില്ലു തകർത്ത് സീറ്റിലിരുന്ന ലാപ്ടോപ്പാണ് മോഷ്ടിച്ചിരിക്കുന്നത്. 2 കവർച്ചയും ഒരേ സംഘമാണെന്ന വിലയിരുത്തലിലാണ് പോലീസ്. കേസുമായി ബന്ധപ്പെട്ട് 100-ലധികം സുരക്ഷാ ക്യാമറകൾ അന്വേഷണ സംഘം പരിശോധിച്ചു. ഉപ്പള നഗരത്തിലെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. മോഷണത്തിന് പിന്നിൽ ഇതര സംസ്ഥാനക്കാരാണെന്നും സംശയമുണ്ട്. മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെ പണം കൊണ്ടുവന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ സ്വകാര്യ കമ്പനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. 1,45 ലക്ഷം രൂപയുമായി ഉപ്പളയിലെത്തുമ്പോൾ തോക്കേന്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇല്ലാത്തത്, വാഹനത്തിന്റെ ഇരുവശത്തെയും ഗ്രിൽ ഇളക്കി മാറ്റിവെച്ചത്, സീറ്റിൽ അലക്ഷ്യമായി അരക്കോടി സൂക്ഷിച്ചത് തുടങ്ങിയവയിലെ ദുരൂഹതയും നീങ്ങാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃക്കരിപ്പൂർ ടൗണിൽ തുറന്നു. മുസ്ലിം ലീഗ് നേതാവ് കല്ലട്ര മാഹിൻ ഹാജി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിന് സമീപമാണ് ഓഫീസ് തുറന്നത്. മുസ്ലിം ലീഗ് നേതാവും UDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ കല്ലട്ര മാഹിൻ ഹാജി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസിന്റെ വിജയത്തിലൂടെ മാത്രമേ കേന്ദ്രത്തിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ പുറന്തള്ളാൻ മതേതര ഭാരതത്തിന് കഴിയുകയുള്ളൂവെന്ന് കലക്ടർ മാഹിൻ ഹാജി അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയാൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെ കേന്ദ്രഭരണ രൂപീകരണത്തിനായി ക്ഷണിക്കണമെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ കോൺഗ്രസിന്റെ അംഗബലം കൂടിയാലേ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, 14 അബ്ദുറഹ്മാൻ, KP കുഞ്ഞിക്കണ്ണൻ, VKP ഹമീദ് അലി, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, KV ഗംഗാധരൻ, TV ഉമേശൻ, P കുഞ്ഞിക്കണ്ണൻ, TCA റഹ്മാൻ, KP പ്രകാശൻ, മാമുനി വിജയൻ, KV സുധാകരൻ, സത്താർ വടക്കുംപാട് എന്നിവർ സംസാരിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡ് കൂട്ടായ്മ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. കാസർഗോഡ് സന്ധ്യാരാഗം ഓഡിറ്റോറിയം പരിസരത്ത് സംഘടിപ്പിച്ച നോമ്പുതുറ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും സന്ദേശമായി മാറി പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡ് കൂട്ടായ്മ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ. ഓട്ടോ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും വ്യാപാരികളും കച്ചവടക്കാരും ഒരേ മനസ്സോടെ നോമ്പുതുറയിൽ പങ്കെടുത്തു. കൂട്ടായ്മ പ്രസിഡന്റ് ഖാത്തർ ദേളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുനിൽ മാന്യ സ്വാഗതം പറഞ്ഞു. രവി മേൽപ്പറമ്പ്, ഖാത്തർ, രാജേഷ് ഉദുമ എന്നിവർ സംസാരിച്ചു. ഈ പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡിൻ്റെ 1 വർഷത്തെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പിന്നെ ജാതിമത ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും യൂണിയൻ്റെ ആളുകളും ഈ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുണ്ട്. 10-25ഓളം ആൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ നമ്മളതിൽ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സേവനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കാസർഗോഡ് ടൗണിലെ പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾ കൂട്ടായ്മയുടെ കീഴിൽ അണിയിച്ചൊരുക്കിയ ഒരു ഇഫ്താർ വിരുന്നാണ് ഇന്ന് നടന്നത്. അപ്പോൾ അതിലേക്ക് വന്നു ചേർന്ന മുഴുവൻ ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ തന്നെ നമ്മളുമായി സഹകരിക്കുന്ന 1-2 ആൾക്കാർ, അവർക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിലും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെ പേരിലും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊടുക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്നു. 4 മാസത്തിലധികമായി കുടിക്കുവാനോ കുളിക്കുവാനോ വെള്ളമില്ലാത്തതിനാൽ പ്രദേശവാസികൾ തീർത്തും ദുരിതത്തിലാണ്. ജല അതോറിറ്റിയുടെ അനാസ്ഥയാണ് കുടിവെള്ളക്ഷാമത്തിന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8 വാർഡ് പരിധിയിലുള്ള ഉദ്യാവരം ചൗക്കി, ഉദ്യാവരം ഗുദു, ബഡാജെ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുന്നത്. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളടക്കമുള്ള നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷം. പ്രദേശങ്ങളിൽ കാലങ്ങളായുള്ള ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മാറി മാറി വന്ന ഭരണസമിതികൾക്ക് സാധിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിലവിൽ 3 ബോർവെല്ലുകൾ ഉണ്ടെങ്കിലും ഇവ നിയന്ത്രിക്കാൻ സ്ഥിരം ജോലിക്കാരെ നിയമിക്കാത്തതാണ് കുടിവെള്ളക്ഷാമത്തിന്റെ പ്രധാന കാരണം. ഇടയ്ക്ക് മോട്ടോർ പ്രവർത്തനം നിലച്ചിരുന്നു. ഇത് പരിഹരിച്ചെങ്കിലും ജലം വിതരണം ചെയ്യാൻ ആരുമില്ലെന്നാണ് പരാതി. നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. 4 മാസത്തിലധികമായി കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ലാത്തതിനാൽ പ്രദേശവാസികൾ തീർത്തും ദുരിതത്തിലാണ്. ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലമാണ് തങ്ങൾക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥയുണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കുടിവെള്ളം ഇപ്പോൾ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണിവർ.
വെള്ളം വരാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് പമ്പിംഗ് തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്നാണ് ജല അതോറിറ്റിയിൽ നിന്നുള്ള മറുപടി. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ പറയുന്നു. മേഖലയിൽ 90% ആളുകൾക്കും കിണറുകളില്ല. കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയതാണെന്നും എന്നാൽ നടപടിയുണ്ടായില്ലെന്നും ജലവിതരണ വകുപ്പ് അധികൃതർ ഉടനടി ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട മെയിൻ്റനൻസ് ഗ്രാന്റ്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവ നൽകാത്തതിൽ പ്രതിഷേധിച്ച് UDFിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട മെയിൻ്റനൻസ് ഗ്രാന്റ്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവ നൽകാത്തതിൽ പ്രതിഷേധിച്ച് UDF നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതിയും ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് മുൻപ് തൃക്കരിപ്പൂർ ടൗണിൽ ജനപ്രതിനിധികൾ പ്രകടനം നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. സത്താർ വടക്കുംപാട് EM ആനന്ദവല്ലി, ഷംസുദ്ദീൻ IT, ഹാഷിം കാരോളം, M സൗദ, C ചന്ദ്രമതി എന്നിവർ സംസാരിച്ചു. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗം. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രചരണാർത്ഥം സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഓൺലൈൻ പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുവാനും അബു ഹൈൽ ആസ്ഥാനത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. ഭരണഘടനാനുസൃതമായി രാജ്യം ജനാധിപത്യ മതേതര മൂല്യങ്ങളിലൂന്നി മുന്നോട്ടു പോകണോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കുവാൻ പ്രവാസി സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. റെയിൽവേ അടക്കമുള്ള മണ്ഡലത്തിലെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിലും കേന്ദ്ര വികസന പദ്ധതികൾ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിലും നടപ്പിലാക്കുന്നതിലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാണിച്ച ആത്മാർത്ഥതയും ശ്രദ്ധയും ശ്ലാഘനീയമാണെന്നും യോഗം വിലയിരുത്തി. അദ്ദേഹത്തിൻ്റെ പ്രചരണാർത്ഥം സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഓൺലൈൻ പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുവാൻ അബു ഹൈൽ ആസ്ഥാനത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ സലാം തട്ടാനിച്ചേരി, ഹസൈനാർ ബീജന്തടുക്ക, KP അബ്ബാസ്, റഫീഖ് PP, ഹനീഫ ബാവാനഗർ, സുബൈർ അബ്ദുള്ള, മൊയ്തീൻ അബ്ബ, ഫൈസൽ മുഹസിൻ, PD നൂറുദ്ദീൻ, സിദ്ദിഖ് ചൗക്കി, മുനീർ ബേരിക്കെ, റഫീഖ് AC തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി TR ഹനീഫ് സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊക്രാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. MSS കാസർഗോഡ് യൂണിറ്റും മാർക്ക് ഫുട്വെയറും ചേർന്ന് ആലമ്പാടി നൂറുൽ ഇസ്ലാം യത്തീംഖാന ആലമ്പാടി അന്തേവാസികൾക്ക് സൗജന്യമായി ചെരുപ്പുകൾ വിതരണം ചെയ്തു. ആലമ്പാടി നൂറുൽ ഇസ്ലാം യത്തീംഖാനയിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ചെരുപ്പ് വിതരണം. മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് യൂണിറ്റും മാർക്ക് ഫുട്വെയറും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ ചെരുപ്പ് വിതരണം ആലമ്പാടി നൂറുൽ ഇസ്ലാം യത്തീംഖാനയിൽ നടന്നു. പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി കബീർ ചെർക്കളം സ്വാഗതം പറഞ്ഞു. അബ്ദുറഹിമാൻ ബദ്രിയ ചെരുപ്പ് വിതരണം നിർവഹിച്ചു. യത്തീംഖാന പ്രസിഡന്റ് NA അബൂബക്കർ ഹാജിക്കായിരുന്നു കൈമാറിയത്. MSS യൂണിറ്റ് പ്രസിഡന്റ് ഹനീഫ് PM, സെക്രട്ടറി സമീർ ആമസോണിക്, റഫീഖ് S, മുബാറക് അബു, നാസർ ചെമ്മനാട് തുടങ്ങിയവരും, ഓർഫനേജ് സെക്രട്ടറി KP അബ്ദുറഹിമാൻ, ട്രഷറർ ഗോവ അബ്ദുള്ള ഹാജി, മാനേജർ സാദിഖ് മുബാറക്, KS മുഹമ്മദ് ഹാജി, ഹനീഫ് ബദ്രിയ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് റമളാൻ റിലീഫ് കൈമാറി. പരിപാടിയിൽ വെച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ചികിത്സാ സഹായവും വിതരണം ചെയ്തു. ആലമ്പാടി ഗിലഡ് ജമാഅത്ത് കമ്മിറ്റി ഓഫീസ് പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി കൻസുൽ റഹ്മ എന്ന പേരിലാണ് ആലമ്പാടി മേഖലാ പരിധിയിൽപ്പെട്ടവർക്ക് റമളാൻ റിലീഫ് കൈമാറിയത്. റമളാൻ റിലീഫ് ഉദ്ഘാടനം UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി അംഗം അദ്ര മേനത്ത്, കിലർ ജമാഅത്ത് ജനറൽ സെക്രട്ടറി A മമ്മിഞ്ഞിക്ക് നൽകി നിർവഹിച്ചു.
UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ചികിത്സാ സഹായം UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി അംഗം അബൂബക്കർ കിളർ ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ ഹമീദ് മിഹ്റാജിന് കൈമാറി. ആലമ്പാടി ഹയർ സെക്കൻഡറി മദ്രസയിൽ നിന്നും സമസ്ത പൊതുപരീക്ഷയിൽ ടോപ്പ് + നേടിയ ജമീല നിഷ്മയ്ക്ക് ആലമ്പാടി ജമാഅത്ത് ഖത്തീബ് PV അബ്ദുൽ സലാം ദാരിമി ഉസ്താദ് UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ സ്നേഹോപഹാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. UAE ആലമ്പാടി ജമാഅത്തിൻ്റെയും കിളർ ജമാഅത്ത് കമ്മിറ്റിയുടെയും ഭാരവാഹികളും അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഏപ്രിൽ 1-ാം തീയതി മുതൽ കേരളത്തിലാകെ കെപ്മ മുദ്രയുള്ള പപ്പടം വിപണിയിലേക്ക്. യഥാർത്ഥ ചേരുവകളിൽ നിർമ്മിച്ച നല്ല പപ്പടം ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള പപ്പടം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കെപ്മ മുദ്ര ആലേഖനം ചെയ്ത പപ്പടം വിപണിയിൽ എത്തിക്കുകയാണ്. യഥാർത്ഥ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പപ്പടം നിർമ്മാതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കേരള പപ്പഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ നിർമ്മാണശാലകളിൽ നടത്തുന്ന പരിശോധനകളുടെയും ഡോക്യുമെൻ്ററുകളുടെ വേരിഫിക്കേഷനിലൂടെയും മാത്രമാണ് കെപ്മ മുദ്ര ആലേഖനം ചെയ്ത് വിപണനം നടത്തുവാനുള്ള അവകാശം അനുവദിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ പപ്പടങ്ങൾ വിപണിയിലെത്തിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒരു 4-5 മാസത്തിലിടയ്ക്ക് ക്രമാതീതമായിട്ട് ഉഴുന്നുപൊടിക്കും മറ്റ് അസംസ്കൃത വസ്തുക്കൾക്കും ഏകദേശം ഒരു 40-50% വില വർധനവുണ്ടായി. അതുകൊണ്ട് ഉഴുന്നിന് പകരം മൈദ ചേർത്തിട്ടുള്ള പപ്പടം വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. അത് ഉപഭോക്താക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ടാണ് കേരള പപ്പടം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ മുദ്ര എന്ന ഒരു സങ്കല്പത്തിൽ കൂടെ നല്ല പപ്പടം ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും അതാണ് നല്ല പപ്പടം ഉണ്ടാക്കുന്ന ആളുകൾക്കൊരു മുദ്ര വെച്ചിട്ട് പപ്പടം ലേബിളിൽ അതാത് ബ്രാൻഡുകൾക്ക് അവർക്കൊരു മുദ്ര കൊടുക്കുകയാണ് ഉദ്ദേശം. അപ്പോൾ ഉപഭോക്താക്കൾക്ക് നല്ല പപ്പടം ലഭ്യമാവുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മളെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കേരള പപ്പഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് A. എബ്രഹാം C. ജേക്കബ്, ജനറൽ സെക്രട്ടറി വിനീത് പ്രാരത്ത്, ട്രഷറർ സിമിൽ കുമാർ VT എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രീൻ സ്റ്റാർ ചൗക്കി കുന്നിലിന്റെ ആഭിമുഖ്യത്തിൽ നേതൃസ്മൃതിയും റംസാൻ കിറ്റ് വിതരണവും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ സ്റ്റാർ ചൗക്കി കുന്നിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നേതൃസ്മൃതിയും റംസാൻ കിറ്റ് വിതരണവും ശ്രദ്ധേയമായി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് നജീബ് കുന്നിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മൂസ ബാസിത്ത് സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ KB കുഞ്ഞാമു ഹാജി, സെക്രട്ടറി KA അബ്ദുല്ല കുഞ്ഞി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അൻവർ ചേരങ്കൈ, സെക്രട്ടറി കരീം ചൗക്കി, യൂത്ത് ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഖലീൽ സിലോണി എന്നിവർ കിറ്റുകൾ വിതരണം ചെയ്തു. അബ്ദു കുന്നിൽ, നവാസ് കസു, തഹസീൻ മൂപ്പ, സമദ് ബണ്ടി, ഹബീബ് മൂപ്പ, റിയാസ് അർജാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ അർബൻ സർവീസ് സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. അതിഞ്ഞാൽ കേരള ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള മെട്രോ ഫർണിച്ചറിന് സമീപമുള്ള കെട്ടിടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. 24 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അജാനൂർ അർബൻ സർവീസ് സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. അതിഞ്ഞാൽ കേരള ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള മെട്രോ ഫർണിച്ചറിന് സമീപമുള്ള കെട്ടിടത്തിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഒപ്പം തന്നെ സംഘത്തിന്റെ കീഴിൽ അതിഞ്ഞാൽ തെക്കേപ്പുറത്ത് പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽസ് ജനസേവന കേന്ദ്രവും പ്രസ്തുത കെട്ടിടത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംഘം പ്രസിഡന്റ് V. കമ്മാരൻ നിർവഹിച്ചു. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം PV സുരേഷ് നിർവഹിച്ചു. കൌണ്ടർ ഉദ്ഘാടനം പ്രവീൺ തോയമൽ നിർവഹിച്ചു. ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം A. പവിത്രൻ മാസ്റ്ററും നിർവഹിച്ചു. മീറ്റിംഗ് ഹാൾ K. രവിവർമ്മൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നാരായണൻ നായർ നിക്ഷേപം സ്വീകരിച്ചു. അബ്ദുൽ ബഷീർ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. M. രാഘവൻ, M. പൊക്ലൻ, ഗംഗാധരൻ പള്ളിക്കാപ്പൽ, പാലക്കി C. കുഞ്ഞാമുദ് ഹാജി, താനത്തിങ്കാൽ കൃഷ്ണൻ, A. കുഞ്ഞിരാമൻ, NV അരവിന്ദാക്ഷൻ നായർ, M. രാജീവൻ എന്നിവർ സംസാരിച്ചു. സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതവും KV സാവിത്രി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രശാന്ത് മുരളി നായകനായി മലബാറിന്റെ പശ്ചാത്തലത്തിൽ സറ്റയർ കോമഡി പൊളിറ്റിക്കൽ കഥ പറയുന്ന സിനിമ പ്രേക്ഷകരിലേക്കെത്തി. മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ വിജയാഘോഷം നടത്തി. വിവാഹപ്രായമായിട്ടും പല കാരണങ്ങളാൽ കല്യാണം കഴിക്കാനാകാതെ വിഷമിക്കുന്ന ചെറുപ്പക്കാരുടെ കഥ പറയുന്ന സിനിമ നോ ലിമിറ്റ് ഫിലിംസിന്റെ ബാനറിൽ അജയൻ നിർമ്മിച്ച് ഷിജു യൂസി, ഫൈസൽ അബ്ദുള്ള എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി പപ്പൻ ടി നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പേരും കൗതുകകരമാണ്. വയസ്സെത്രയായി 30, കിങ് ഓഫ് കൊത്ത, ജാൻ യമൻ, അജഗജാന്തരം, ജല്ലിക്കെട്ട് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായ പ്രശാന്ത് മുരളി നായകനായി അഭിനയിച്ച ആദ്യ ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട്. ഉണ്ണിരാജ് ചെറുവത്തൂർ, ചിത്ര നായർ, ഷിജു യൂസി, സാവിത്രി ശ്രീധരൻ, രമ്യ സുരേഷ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. മെറീന മൈക്കിൾ, മഞ്ജു പത്രോസ്, ജയകുമാർ, അരിസ്റ്റോ സുരേഷ്, പ്രദീപ് ബാലൻ, നിർമ്മൽ പാലാഴി, കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ, മുഹമ്മദ് എരവട്ടൂർ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തി. കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ വിജയാഘോഷം നടത്തി. കാഞ്ഞങ്ങാട്ടുകാർ സിനിമാ പ്രേമികളാണെന്നും സമയം കണ്ടെത്തി സിനിമ കാണുവാനും അഭിപ്രായം പറയുവാനും മടിയില്ലാത്തവരാണെന്നും സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പറഞ്ഞു. വയസ്സത്ര അതിന്റെ പപ്പൻ നരിപ്പറ്റ സംവിധാനം ചെയ്ത സിനിമ ഇന്ന് റിലീസായി. ദീപ്തി തിയേറ്റർ കാഞ്ഞങ്ങാടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പെയൊക്കെ ഈ സിനിമ ഒരു ദിവസം 2-3 സിനിമയൊക്കെ കാണുന്ന റിലീസ് പടം കാണുന്ന അന്ന് എനിക്കൊരു അമരം രാംജി റാവു സ്പീക്കിംഗ് റിലീസായിട്ട് കണ്ട ഒരു തിയേറ്ററാണിത്. പിന്നെ കാഞ്ഞങ്ങാടിന്റെ പ്രത്യേകത വെച്ചാല് സിനിമ നല്ല പ്രേക്ഷകരാണ് അല്ലെ. എന്തെങ്കിലും സിനിമ വൈകുന്നേരമൊക്കെ വന്ന് സിനിമ കാണും, അതിന്റെ അഭിപ്രായം പറയും, നല്ല സിനിമകൾ സ്വീകരിച്ച ചരിത്രങ്ങളെ ഇല്ലു. അപ്പോൾ ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെ പിന്നെ പടത്തിന് നല്ല രസകരമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലും അല്ലെ നർമ്മത്തിലും കോർത്തിണക്കിയ ഒരു നല്ല കൊച്ചു സിനിമയാണ്. നർമ്മം കൊണ്ട് ചാലിച്ച വയസ്സെത്രയായി 30 എന്ന ചിത്രം പ്രേക്ഷകർക്ക് ഉറപ്പായും ഇഷ്ടപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനകം മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ അഭിനയിച്ച പയ്യന്നൂർ സ്വദേശി ഗീത തന്റെ അനുഭവം പങ്കുവച്ചു. മെയ്ഡ് ഇൻ വടകര എന്ന ക്യാപ്ഷനോടെ ഉത്തര മലബാറിലെ ഗ്രാമീണാന്തരീക്ഷം പശ്ചാത്തലമാക്കിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിനു വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് പീസ്, അഭ്യൂഹം, പ്രൈസ് ഓഫ് പോലീസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഷമീർ ജിബ്രാനാണ്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് സിബു സുകുമാരൻ, സൻഫീർ എന്നിവർ ചേർന്നാണ്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രവും സൻഫീറുമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാറപ്പള്ളി മഖാമിലേക്ക് നേർച്ചയായി കുതിരയെ ലഭിച്ചു. ആടുമാടുകൾ യഥേഷ്ടം നേർച്ചയായി ഇവിടെ കിട്ടാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് കുതിരയെ ലഭിച്ചത്. ജുമാ നിസ്കാരത്തിനു ശേഷം നടത്തിയ ലേലത്തിൽ കാലിച്ചാമ്പാറയിലെ അബൂബക്കർ കുതിരയെ സ്വന്തമാക്കി. ചരിത്രപ്രസിദ്ധമായ പാറപ്പള്ളി മഖാമിലേക്ക് ആടുമാടുകൾ യഥേഷ്ടം നേർച്ചയായി ലഭിക്കാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് കുതിരയെ നേർച്ചയായി ലഭിച്ചത്. മൂകാംബിക ബസ് ഉടമയും തോട്ടമുടമയുമായ വിദ്യാധരൻ ബസ് ഡ്രൈവറായ മുഹമ്മദ് കുഞ്ഞിയെ ബന്ധപ്പെട്ട ശേഷം കുതിരയെ മഖാമിന് നേർച്ചയായി നൽകുകയായിരുന്നു. നിർധനരായ രോഗികൾക്ക് ചികിത്സാ ചെലവ് ഉൾപ്പെടെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ പള്ളിയുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്നുണ്ട്. കുതിരയെ ലേലം ചെയ്ത് കിട്ടുന്ന തുക കൊണ്ട് കുറച്ചുപേർക്ക് കൂടി സഹായം നൽകാമെന്നതുകൊണ്ടാണ് ലേലം നടത്താൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം നടത്തിയ ലേലത്തിൽ കാലിച്ചാമ്പാറയിലെ അബൂബക്കർ 30,000 രൂപയ്ക്കാണ് കുതിരയെ സ്വന്തമാക്കിയത്. 10ഓളം പേർ ലേലത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. നിരാശാജനകമാണ് വിധിയെന്ന് റിയാസ് മൗലവിയുടെ കുടുംബം. വിധിക്കെതിരെ അപ്പീൽ പോകും. റിയാസ് മൗലവി വധക്കേസ് ഫലപ്രദമായാണ് കൈകാര്യം ചെയ്തതെന്നും വിധി പരിശോധിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. ഉപ്പളയിൽ ATM-ൽ പണം നിറയ്ക്കുവാനെത്തിയ വാഹനത്തിൽ നിന്നും 1/2 കോടി രൂപ പട്ടാപ്പകൽ കൊള്ളയടിച്ച സംഭവം. ഇതിനു പിന്നിൽ 3 അംഗ സംഘ കൊട്ടേഷൻ സംഘമെന്ന് നിഗമനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട മെയിൻ്റനൻസ് ഗ്രാന്റ്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവ നൽകാത്തതിനെതിരെ UDF രംഗത്ത്. തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി.
രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗം. വിജയത്തിനായി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനം. പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡ് കൂട്ടായ്മ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.